നമ്മളിന്ന് പഠിക്കുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെല്ലാം പഠിച്ചത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരു സീരീസിലുള്ള വാല്യൂസ് ക്ലസ്റ്റർ ചെയ്യുന്നത്, ഏത് വാല്യൂവിലോട്ടാണോ ക്ലസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ അത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉപയോഗിച്ചത്. മീൻ, മീഡിയൻ, മോഡ്, അതുപോലെ തന്നെ ഹാർമോണിക് മീനും ജോമെട്രിക് മീൻ, അരിത്മെറ്റിക് മീൻ. മീനിനകത്ത് വരുന്നതാണ് ഈ മൂന്നെണ്ണം. ഓക്കെ, അങ്ങനെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി റെഫർ ടു ദ വാല്യൂ അറൗണ്ട് വിച്ച് അതർ വാല്യൂസ് ഓഫ് ദ സീരീസ് ടെൻ ടു കൺവേർജ്. അപ്പോൾ അവർ സീരീസിനെ മൊത്തത്തോടെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ തന്നെ വാല്യൂസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നുണ്ട്. ആ വേരിയബിലിറ്റി കണ്ടുപിടിക്കുന്നതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ വഴി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സീരീസിലെ ഇൻഡിവിജ്വൽ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ വാല്യൂവിൻ്റെ അടുത്തോട്ടായിരിക്കും സീരീസിലെ ചില വാല്യൂസ് ക്ലസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ആൻഡ് ഡിസ്പേർഷൻ. വാട്ട് ഈസ് ഡിസ്പേർഷൻ? ഡിസ്പേർഷൻ റിഫേഴ്സ് ടു ദ വേരിയബിലിറ്റി ഇൻ ദ സൈസ് ഓഫ് ഐറ്റംസ്. ഓരോ ഐറ്റത്തിൻ്റെ സൈസുകൾ തമ്മിലുള്ള വേരിയബിലിറ്റി കണ്ടുപിടിക്കുന്നതാണ് ഡിസ്പേർഷൻ. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ സ്പ്രെഡ് ഓഫ് സ്കാറ്റർ ഓഫ് ദ വാല്യൂസ് ഇൻ എ സീരീസ്. ഒരു സീരീസിലെ വാല്യൂസ് എങ്ങനെയാണ് സ്കാറ്റർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ഡിസ്പേർഷൻ കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ലാക്ക് ഓഫ് യൂണിഫോമിറ്റി ഇൻ ദ സൈസ് ഓഫ് ഐറ്റംസ്. ഒരു ഐറ്റത്തിൽ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസ് തമ്മിൽ യൂണിഫോം ആയിട്ടാണോ അല്ലെങ്കിൽ യൂണിഫോം അല്ലാതെ എങ്ങനെയാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാം. അപ്പോൾ യൂണിഫോമിറ്റിയെ പറ്റി നമുക്ക് ഡിസ്പേർഷൻ വഴി കണ്ടുപിടിക്കാം. ഇപ്പോൾ രണ്ട് സീരീസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് 35 ആണ്. സീരീസ് 1ൻ്റെയും ആവറേജ് 35 ആണ്, സീരീസ് 2ൻ്റെ ആവറേജ് 35 ആണ്. പക്ഷേ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസ് നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് കേസിൽ ഇൻഡിവിജ്വൽ വാല്യൂസ് എല്ലാം സെയിം ആണ്, അല്ലെങ്കിൽ ഇത് ഹോമോജീനിയസ് ആണ്, യൂണിഫോം ആണ്. പക്ഷേ സെക്കൻഡ് സീരീസിലോ ഇൻഡിവിജ്വൽ വാല്യൂസ് തമ്മിൽ ഒത്തിരി വേരിയേഷൻസ് ഉണ്ട്. ഓക്കെ, ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 20 ആണ്, ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 60 ആണ്. ഓക്കെ, അപ്പോൾ ഓരോ വാല്യൂസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫർ ചെയ്യുന്നുണ്ട്. സോ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ വഴിയിട്ടാണ്. ഓക്കെ, measures of dispersion are the statistical devices to measure the variability in a series. ഒരു സീരീസിലെ വേരിയബിലിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ ഒരു മെഷർ ആണ് മെഷർ ഓഫ് dispersion. They tell us the extent to which the values of a series differ between each other or from their average. ഒന്നെങ്കിൽ സീരീസിലെ വാല്യൂസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ആവറേജിൽ നിന്ന് എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നതെന്ന് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ പറയും. ഓക്കെ, വാട്ട് ഈസ് പർപ്പസ് ഓഫ് മെഷറിങ് വേരിയേഷൻ? എന്തിനാണ് നമ്മൾ ഈ വേരിയേഷൻ മെഷർ ചെയ്യുന്നത്? ഓക്കെ, ആവറേജ് എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫാക്ടറി മെഷർ ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഡേറ്റ എല്ലാം ഹോമോജീനിയസ്, ഡേറ്റ എല്ലാം യൂണിഫോം ആകുന്ന കേസിലാണ്. ഓക്കെ, ഈ ഡേറ്റയിലെ വാല്യൂസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഈ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ കൂടെ മെഷർ ഓഫ് ഡിസ്പേർഷനൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഒരു നല്ല ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ടെസ്റ്റ് ദ റിലയബിലിറ്റി ഓഫ് ആൻ ആവറേജ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടു കമ്പയർ ദ വേരിയബിലിറ്റി ഓഫ് 2 or more സീരീസ്. രണ്ടോ അതിൽ കൂടുതലോ സീരീസ് ഉണ്ടായിരിക്കും, അതിൻ്റെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാനായിട്ട് രണ്ട് സീരീസുകൾ തമ്മിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് കണ്ടുപിടിക്കാനായിട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് തേർഡ് വൺ ടു എക്സസൈസ് കൺട്രോൾ ഓവർ വേരിയബിലിറ്റി. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ വഴിയിട്ട് സീരീസിലെ വാല്യൂസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് വഴിയിട്ട് നമുക്ക് ആ വേരിയേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സീരീസ്, ആ സീരീസിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുന്ന ആവറേജ് ആണ്. ഓക്കെ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അത് ആവറേജസ് ഓഫ് ഒറിജിനൽ വാല്യൂവിൻ്റെ ആവറേജ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ആവറേജസ് ഓഫ് ഫസ്റ്റ് ഓർഡർ എന്ന് വിളിക്കുന്നു. ഓക്കെ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്നുള്ള ഡീവിയേഷൻ്റെ ആവറേജാണ്. ഓക്കെ, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ മീൻ, മീഡിയൻ, മോഡ്, ഈ മെഷേഴ്സിൽ നിന്ന് ഉള്ള ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസിൻ്റെയും ഡീവിയേഷൻ, അതായത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, അതാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആവറേജാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. സോ അതിനെ നമ്മൾ ആവറേജസ് ഓഫ് സെക്കൻഡ് ഓർഡർ എന്ന് വിളിക്കും. അങ്ങനെ സം ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് മെഷർ ഓഫ് വേരിയേഷൻ. അതെന്ത്? സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം, പിന്നെ പെട്ടെന്ന് ചെയ്യാനായിട്ട് എളുപ്പമുള്ളതായിരിക്കണം, റിജിഡ്ലി ഡിഫൈൻഡ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ദ ഐറ്റംസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷനിലെ എല്ലാ ഐറ്റത്തിനെയും ബേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി അമനബിൾ ടു ഫർദർ ഓൾജിബ്രായിക് ട്രീറ്റ്മെൻറ്റ്. അതായത് വീണ്ടും നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വഴി ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി. ആൻഡ് ദെൻ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രീം ഐറ്റംസ് അഫക്റ്റ് ചെയ്യാൻ പാടില്ല.
ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. രണ്ട് ടൈപ്സ് ഉണ്ട്, അബ്സല്യൂട്ട് മെഷേഴ്സ് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ്. എന്താണ് അബ്സല്യൂട്ട് മെഷർ, എന്താണ് റിലേറ്റീവ് മെഷർ എന്ന് പഠിക്കണം. അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ തന്നെയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആർ ഓൾസോ നോൺ ആസ് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഡേറ്റ കളക്ട് ചെയ്യുന്ന അതേ യൂണിറ്റിൽ തന്നെയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ദേ ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ സെയിം യൂണിറ്റ് ഇൻ വിച്ച് ദ ഡേറ്റാസ് ആർ കളക്റ്റഡ്. ദേ മെഷർ വേരിയബിലിറ്റി ഇൻ എ സീരീസ്. അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്താ ചെയ്യുന്നത്, ഒരു സീരീസിലെ വേരിയബിലിറ്റി മെഷർ ചെയ്യുന്നു. ദർ ആർ 4 ടൈപ്സ് ഓഫ് അബ്സല്യൂട്ട് മെഷേഴ്സ്: റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓരോന്നിനെ പറ്റി നമ്മളിനി പഠിക്കും. These are the algebraic methods of measuring variability, but Lorentz curve is a geometric method of measuring variability. ഇതെന്ന് പറയുന്നത് algebraic methods, mathematical calculations വഴി കണ്ടുപിടിക്കുന്ന measures of dispersion ആണ്. Lorentz curve ഉണ്ട്, അത് വെച്ചിട്ട് അതെന്ന് പറയുന്നത് ജോമെട്രിക് മെത്തേഡാണ്. വേരിയബിലിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ജോമെട്രിക് മെത്തേഡാണ് ലോറൻസ് കർവ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നതാണ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പെർഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡേറ്റ കളക്ട് ചെയ്ത അതേ യൂണിറ്റ് തന്നെയാണ് മെഷർ ഓഫ് ഡിസ്പെർഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 2 സീരീസ് തന്നിട്ടുണ്ട്, അവർ 2 പേരുടെയും യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഈ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ വെച്ചിട്ട് നമുക്ക് വേരിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഡു നോട്ട് എനേബിൾ അസ് ടു മേക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ 2 or more ഡിസ്ട്രിബ്യൂഷൻസ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. അങ്ങനത്തെ കേസിൽ, അതായത് 2 യൂണിറ്റ്സിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ വേരിയേഷൻ കമ്പയർ ചെയ്യാനായിട്ട് അബ്സല്യൂട്ട് മെഷേഴ്സ് പറ്റത്തില്ല. അതിനാണ് റിലേറ്റീവ് മെഷർ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എന്താണ് റിലേറ്റീവ് മെഷർ? Relative measure of dispersion is the ratio of measure of dispersion to an appropriate average from which the deviations are measured. നമ്മൾ പറഞ്ഞു മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് ഓരോ സെൻട്രൽ ടെൻഡൻസിയിൽ നിന്നുള്ള ഓരോ വാല്യൂസിനും ഡീവിയേഷനാണ്. ഓക്കെ, റിലേറ്റീവ് മെഷറിൽ കണ്ടുപിടിക്കുന്നത് മെഷർ ഓഫ് ഡിസ്പെർഷൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ഏത് ആവറേജിൽ നിന്നാണോ നമ്മൾ ഡീവിയേഷൻ മെഷർ ചെയ്തത്, അല്ലെങ്കിൽ മീഡിയനോ മോഡോ ആയിരിക്കും, അതിൻ്റെ റേഷ്യോ ഓഫ് മെഷർ ഓഫ് ഡിസ്പെർഷൻ ടു ദ അപ്രോപ്രിയേറ്റ് ആവറേജ്. നമ്മൾ എടുത്ത ആവറേജിൻ്റെ ആ റേഷ്യോ ആണ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പെർഷൻ. അപ്പോൾ 4 മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, അബ്സല്യൂട്ട് മെഷേഴ്സ് 4 ഉണ്ട്: റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് മെഷർ ഉണ്ട്. ഏതൊക്കെയാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ, ഓൾസോ കോൾഡ് സെമി ഇന്റർക്വാർട്ടർ റേഞ്ച്, then coefficient of mean deviation and coefficient of variation. ഇങ്ങനെ 4 ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ്. ഓക്കെ, ഇനി ഇതിന് തമ്മിലുള്ള കമ്പാരിസൺ എന്താണ് ഡിഫറൻസസ്? അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആർ കമ്പ്യൂട്ടഡ് ഡയറക്ട്ലി ഫ്രം ദ ഡേറ്റയിൽ നിന്ന് നേരിട്ട് തന്നെയാണ് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ കണ്ടുപിടിക്കുന്നത്. റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റേഷ്യോ ഓഫ് അബ്സല്യൂട്ട് മെഷറാണ്. ഓക്കെ, അതുകൊണ്ട് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ ആർ ബേസ്ഡ് ഓൺ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആൻഡ് ആവറേജസ്. ഓക്കെ, അബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത് സെയിം യൂണിറ്റിൽ തന്നെ, ഡേറ്റയുടെ അതേ യൂണിറ്റിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. റിലേറ്റീവ് മെഷേഴ്സ് ആർ ഫ്രീ ഫ്രം യൂണിറ്റ്സ്, അവർക്ക് യൂണിറ്റ് ഇല്ല. അബ്സല്യൂട്ട് മെഷേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ വേരിയബിലിറ്റി ഇൻ എ സീരീസ്. ഒരു സീരീസിലെ വേരിയബിലിറ്റി മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ അബ്സല്യൂട്ട് മെഷേഴ്സ് എടുക്കുന്നത്. കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു സീരീസിൻ്റെ തന്നെ ഇൻഡിവിജ്വൽ വാല്യൂസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നാണ് അബ്സല്യൂട്ട് മെഷേഴ്സ് പറയുന്നത്. പക്ഷേ റിലേറ്റീവ് മെഷേഴ്സിൽ നമ്മൾ 2 സീരീസിൻ്റെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാനായിട്ടാണ് റിലേറ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഓരോ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ പഠിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റേഞ്ച്. റേഞ്ച് ഈസ് എ സിംപ്ലസ്റ്റ് പോസിബിൾ മെഷർ ഓഫ് ഡിസ്പെർഷൻ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെഷർ ഓഫ് ഡിസ്പെർഷൻ ആണ് റേഞ്ച്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂസ് ഇൻ എ സീരീസ്. ഒരു സീരീസിലെ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച്. സിമ്പിൾ ആണ്. റേഞ്ച് ഇസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. നമുക്കതിനെ H-L റെപ്രസെൻറ്റ് ചെയ്യാം. റേഞ്ച് therefore measures the maximum variation in the value of a series. ഒരു സീരീസിൻ്റെ മാക്സിമം വേരിയേഷൻ, ഒരു സീരീസിൽ ഒരു ചെറിയ വാല്യൂയും വലിയ വാല്യൂയും കാണുമായിരിക്കും. ഓക്കെ, അത് നമ്മുടെ ഡിഫറൻസ് ആണ് റേഞ്ച്. അപ്പോൾ അവർ എന്തുമാത്രം ഏതാണ് അവരുടെ വേരിയേഷൻ്റെ മാക്സിമം അത് നമുക്ക് റേഞ്ചിൽ നിന്ന് കിട്ടും. റേഞ്ച് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മെഷറാണ്. അതിൻ്റെ റിലേറ്റീവ് മെഷർ, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചിൻ്റെ ഇക്വേഷനാണ് H-L ഡിവൈഡഡ് ബൈ H+L. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഇസ് ഈക്വൽ ടു H-L ഡിവൈഡഡ് ബൈ H+L. So range is equal to, range എന്ന് പറയുന്നത് absolute measure, range is equal to H-L and coefficient of range is equal to
h minus l divided by h plus l. ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ആദ്യത്തേത് ഇൻഡിവിജ്വൽ സീരീസിൽ റേഞ്ച് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ സീരീസിൽ ഫൈൻഡ് ദ റേഞ്ച് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് ഫോർ ദ ഫോളോയിങ് വാല്യൂസ് 25, 32, 85, 32, 42, 10, 20, 18 and 28. ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 10. സോ L is equal to 10. Highest value is equal to 85. Therefore range is equal to h minus l. Answer is 85 minus 10, 75. And coefficient of range is equal to h minus l divided by h plus l. h minus l എന്ന് പറയുന്നത് 75 divided by 95. Answer is 0.79. Okay. നമ്മൾ രണ്ട് സീരീസ് കമ്പയർ ചെയ്യാനായിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് നമ്മൾ പറഞ്ഞായിരുന്നു റിലേറ്റീവ് മെഷർ വെച്ചിട്ടാണ് രണ്ട് സീരീസ് തമ്മിലുള്ള വേരിയേഷൻ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കമ്പയർ ദ ടു സീരീസ് ഫോർ ദെയർ വേരിയബിലിറ്റി യൂസിങ് റേഞ്ച്. റേഞ്ച് യൂസ് ചെയ്തിട്ട് വേരിയബിലിറ്റി കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് സീരീസ് തന്നിട്ടുണ്ട്, സെക്കൻഡ് സീരീസ് തന്നിട്ടുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യാനായിട്ട് രണ്ട് പേരുടെയും സീരീസ് എയുടെയും സീരീസ് ബിയുടെയും കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കണം. സോ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഫോർ എയുടെ ലോവസ്റ്റ് വാല്യൂ 5 ആണ്, ഹയസ്റ്റ് വാല്യൂ 25 ആണ്. സോ 25 മൈനസ് 5 ഡിവൈഡഡ് ബൈ 25 പ്ലസ് 5, അതായത് 20 ഡിവൈഡഡ് ബൈ 13 വരും. ആൻസർ ഇസ് 0.67. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഫോർ ബിയിലെ ഹയസ്റ്റ് വാല്യൂ 45, ലോവസ്റ്റ് വാല്യൂ 25. So 45 minus 25, 20 divided by 45 plus 25 is 70. So 20 divided by 70, answer is 0.28. Okay, ഇതിൽ ആർക്കാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കൂടുതലുള്ളത്? എയ്ക്കാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കൂടുതലുള്ളത്. സോ എയിലെ എ ആണ് എന്ത് മോർ വേരിയബിൾ കമ്പയർഡ് ടു സീരീസ് ബി. ഏതിനാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കൂടുതലുള്ളത് അതായിരിക്കും കൂടുതൽ വേരിയബിൾ. ഓക്കെ, കൂടുതൽ വേരിയേഷൻസ് സീരീസ് എയിലായിരിക്കും. ആൻഡ് ഡിസ്ക്രീറ്റ് കേസിൽ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കണം? സെയിം ആണ് എല്ലാ കേസിലും. വെയ്റ്റും നമ്പർ ഓഫ് ചിൽഡ്രൻ, എക്സ് വാല്യൂസും കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂസിലെ ലോവസ്റ്റ് വാല്യൂ ഹയസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ എക്സ് വാല്യൂസിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 38, ലോവസ്റ്റ് വാല്യൂ 5. സോ 38 മൈനസ് 5, 33 ആണ് റേഞ്ച്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 38 മൈനസ് 35 ഡിവൈഡഡ് ബൈ 38 minus 5 divided by 38 plus 5, answer is 33 divided by 43.77. And a range in continuous series. Find the range and coefficient of range. Okay, ഇവിടെ മാർക്സ് എന്ന് പറയുന്ന 10 തൊട്ട് 60 വരെയുള്ള മാർക്സിനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് പല ക്ലാസ്സസ് ആയിട്ട് തന്നിരിക്കുന്നത്. സോ ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 16, ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 16, ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. സോ റേഞ്ച് വിൽ ബി ഈക്വൽ ടു 60 മൈനസ് 10, ആൻസർ ഇസ് 50. And coefficient of range is 60 minus 10 divided by 60 plus 10. 50 divided by 70. Answer is 0.71. Note here. While finding range, frequencies are not considered. Only values of the variable. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് വാല്യൂസിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, now uses of range. വേരിയേഷൻ അധികം ഇല്ലാത്ത ഡേറ്റയിൽ കമ്പയർ ചെയ്യാൻ, ഓക്കെ, വേരിയേഷൻ കമ്പയർ ചെയ്യാനായിട്ടാണ് റേഞ്ച് യൂസ് ചെയ്യുന്നത്. ഒത്തിരി വേരിയേഷൻ ഉള്ളതിനകത്ത് റേഞ്ച് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇനിയിപ്പോൾ പറയുവാണെങ്കിൽ ഡോക്ടേഴ്സ് പേഷ്യൻസിൻ്റെ ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസസ് നോക്കാനായിട്ട് റേഞ്ചാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഷെയറിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റിൻ്റെയും വേരിയേഷൻസ് കമ്പയർ ചെയ്യാനായിട്ട് റേഞ്ചാണ് യൂസ് ചെയ്യുന്നത്. വെതർ ഫോർകാസ്റ്റിൽ ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും വെച്ചിട്ടാണ് അവർ വെതർ ഫോർകാസ്റ്റ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ദ മെറിറ്റ്സ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് മെഷറാണ്, ഈസി ടു കാൽക്കുലേറ്റ്, ദെൻ ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഈവൻ ബൈ എൻ ലേമൻ. പെട്ടെന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും, ചെയ്യാനും പറ്റും. ഓക്കെ, ഡിമെറിറ്റ്സ് ഓഫ് റേഞ്ച്, ഇറ്റ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ദ ഐറ്റംസ് ഓഫ് ദ സീരീസ്. മാക്സിമം വാല്യൂനെ മിനിമം വാല്യൂനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് റേഞ്ച് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് ഹൈലി അഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ്. സാമ്പിളിങ്ങിൽ വരുന്ന ഓരോ ഡിഫറൻസസിനെ അഫക്റ്റ് ചെയ്യും. ദെൻ ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ, അതായത് ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ്സിന് ഇപ്പം ഇങ്ങനെയായിരിക്കും തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിന് സംതിങ് ടു 50, അടുത്തതായിരിക്കും 50 to 60, അങ്ങനെ തന്നെ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഓപ്പൺ എൻഡ് ക്ലാസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ കേസിൽ റേഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് അബ്സല്യൂട്ട് മെഷറാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ.
Quartile deviation is defined as a half the distance between the third and first quartile. ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഹാഫാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അതായത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 - Q1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം, ഫസ്റ്റ് നമുക്ക് Q3 കണ്ടുപിടിക്കണം, Q1 കണ്ടുപിടിക്കണം. അതിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2 ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അതൊരു അബ്സല്യൂട്ട് മെഷറാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് റിലേറ്റീവ് മെഷറാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പെർഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അതാണ് Q3 - Q1 ഡിവൈഡഡ് ബൈ Q3 + Q1. ഓക്കെ, ഓരോ കേസിലും ഡിഫറെൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ കേസിലാണ് കണ്ടുപിടിക്കുന്നത്. ഇൻഡിവിജ്വൽ കേസിലെ ഫോർമുല Q1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്നാൽ സൈസ് ഓഫ് n+1/4 ഐറ്റമാണ്. ഓക്കെ, നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? മീഡിയൻ എന്ന് പറയുന്നത് സൈസ് ഓഫ് n+1/2 ഐറ്റമായിരുന്നു. ഇത് തന്നെയാണ് Q2. ഓക്കെ, സോ Q1 എന്ന് പറയുന്നത് സൈസ് ഓഫ് n+1/4 ഐറ്റമാണ്. വേർ ഐറ്റംസ് ആർ അറേഞ്ച് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദർ മാഗ്നിറ്റ്യൂഡ്. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള n+1/4 ഐറ്റത്തിൻ്റെ കറസ്പോണ്ടിങ് സൈസാണ് Q1. ആൻഡ് Q3 ഈസ് ദ സൈസ് ഓഫ് n+1/4 ഇൻറ്റു 3 ഐറ്റം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 3 ഇൻറ്റു n+1/4 നേരം. സൈസ് ഓഫ് n+1/4 ഇൻറ്റു 3 ഐറ്റത്തിൻ്റെ സൈസാണ് Q3. ആൻഡ് ക്വാർട്ടൈൽ ഡിവിയേഷൻ QD ഈസ് ഈക്വൽ ടു Q3 - Q1 ഡിവൈഡഡ് ബൈ 2. സോ ഫസ്റ്റ് ഇൻഡിവിജ്വൽ സീരീസിൽ ക്വാർട്ടൈൽ ഡിവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. ആദ്യമേ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. സോ ഏറ്റവും ചെറിയ വാല്യൂ 10, ദെൻ 25, 25 അങ്ങനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. Q1 എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് n+1/4 ഐറ്റമാണ്. സോ n എന്ന് പറയുന്നത് 11 ആണ്. സോ n+1/4 എന്ന് പറയുമ്പോൾ 12/4, ആൻസർ ഈസ് 3. സോ Q1 എന്ന് പറയുന്നത് സൈസ് ഓഫ് തേർഡ് ഐറ്റം. ഏതാ തേർഡ് ഐറ്റം? തേർഡ് ഐറ്റം എന്ന് പറയുന്നത് 25. സോ Q1 ഈസ് 25. Q2 എന്ന് പറയുന്നത് സൈസ് ഓഫ് n+1/4 ഇൻറ്റു 3. സോ ദാറ്റ് ഈസ് 3 ഇൻറ്റു 3, 9. സൈസ് ഓഫ് 9th ഐറ്റം. ഏതാ 9th ഐറ്റം? 42. ഓക്കെ, സോ ക്വാർട്ടർ ഇത് Q3 ആണ്. ക്വാർട്ടർ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 - Q1 by 2. So that will be 42 - 25 divided by 2, 17 by 2, answer is 8.5. ഓക്കെ, ക്വാർട്ടർ ഡിവിഷൻ കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് നോട്ട് ചെയ്യുക, Q3 - Q1 നമ്മൾ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നും വിളിക്കും. Q3 - Q1 is called inter quartile range. Next problem. Compute the quartile measure of dispersion, interquartile range and coefficient of quartile deviation. Quartile measure of dispersion എന്ന് പറയുന്നതാണ് quartile deviation. Quartile deviation equation എന്ന് പറയുന്നത് Q3 - Q1 divided by 2. Interquartile range. Interquartile range എന്ന് പറയുന്നത് ഏതാണ്? Q3 - Q1 ആണ്. And coefficient of quartile deviation. Coefficient of quartile deviation is equal to Q3 - Q1 divided by Q3 plus Q1. So first Q1 and Q3 കണ്ടുപിടിക്കുക. n എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി സൈസ് ഓഫ് n+1/4 item. സൈസ് ഓഫ് 11/4 item. 11/4 എന്ന് പറയുന്നത് 2.75 ആണ്. ഓക്കെ, 2.75 എന്ന് പറഞ്ഞാൽ അത് കിടക്കുന്നത് സെക്കൻഡ് ഐറ്റത്തിൻ്റെയും തേർഡ് ഐറ്റത്തിൻ്റെ ഇടയ്ക്കല്ലേ. സോ ദാറ്റ് വിൽ ബി സെക്കൻഡ് ഐറ്റം പ്ലസ് 0.75 ഓഫ് തേർഡ് മൈനസ് സെക്കൻഡ് ഐറ്റം. ഓക്കെ, സൈസ് ഓഫ് 2.7 ഐറ്റം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഐറ്റം ഉണ്ട്, സെക്കൻഡ് ഐറ്റം പ്ലസ് എന്താണ് 0.75 ഓഫ് തേർഡ് ആൻഡ് സെക്കൻഡ് ഐറ്റം, അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, ദാറ്റ് വിൽ ബി 9 + 0.75 ഓഫ് തേർഡ് ഐറ്റം എന്ന് പറയുന്നത് 10, സെക്കൻഡ് ഐറ്റം 9, 10 - 9, 1. So that will be 9 + 0.75, answer is 9.75 ആണ് Q1. Q1 is equal to 9.75. ഓക്കെ, ഇങ്ങനെയാണ് Q3 കണ്ടുപിടിക്കുക. Q3 is equal to size of n+1/4 into third item. So that will be 2.75 into 3 എന്ന് വരും. ആൻസർ is 8.25. ഇതേപോലെ തന്നെ 8th item plus 0.25 of 9th minus 8th item. So that will be 29 + 0.25 of 45 - 29. Answer is 33.
ഓക്കെ, ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 33 മൈനസ് 9.75/2, ആൻസർ ഇസ് 11.625. ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത് ഈ 23.25 ആണ് ക്വാർട്ടൈൽ റേഞ്ച്. ഓക്കെ, Q3 മൈനസ് Q1 അല്ലേ. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 23.25 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. സോ ആൻസർ വിൽ ബി 0.54. ഇനി രണ്ട് സീരീസിലെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ കോഎഫിഷ്യൻസ് ആണ് യൂസ് ചെയ്യുന്നത്. കോഎഫിഷ്യൻസ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ യൂസ് ചെയ്ത് നമുക്ക് രണ്ട് സീരീസിൻ്റെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് എക്സാമ്പിൾ, യൂസിങ് ക്വാർട്ടൈൽ കമ്പയർ ദ ഫോളോയിങ് ടു സീരീസ് ആൻഡ് സ്റ്റേറ്റ് വിച്ച് ഇസ് മോർ വേരിയബിൾ. അപ്പോൾ ഇതിലേതാണ് കൂടുതൽ വേരിയബിൾ എന്ന് കണ്ടുപിടിക്കണം. സോ എങ്ങനെയാണ് കൂടുതൽ വേരിയബിൾ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്? ഏത് സീരീസിനാണോ ഏറ്റവും കൂടുതലായിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഉണ്ട്, അതാണ് കൂടുതൽ വേരിയബിൾസ്. സീരീസ് 1ഉം സീരീസ് 2ഉം തന്നിട്ടുണ്ട്. ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ട്? 11 ഐറ്റംസ് ഉണ്ട്. n = 11 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ വാല്യൂസിന് അറേഞ്ച് ചെയ്യുക. ഫസ്റ്റ് സീരീസ് 1 എടുക്കുക, അതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. Q1 എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് n+1/4 ഐറ്റം ആണ്. ദാറ്റ് ഈസ് സൈസ് ഓഫ് 12/4 ഐറ്റം, 12/4 തേർഡ്. സൈസ് ഓഫ് തേർഡ് ഐറ്റം ഇസ് 27. Q3 എന്ന് പറയുന്നത് സൈസ് ഓഫ് n+1/4 ഇൻറ്റു തേർഡ് ഐറ്റം. സോ ദാറ്റ് ബി സൈസ് ഓഫ് 9th ഐറ്റം. 9th ഐറ്റം എന്ന് പറയുന്നത് 56. സോ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. ആൻസർ ഇസ് 0.3494. ഇനി സെക്കൻഡ് സീരീസിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. Q1 എന്ന് പറയുന്നത് സൈസ് ഓഫ് n+1/4 ഐറ്റം. സൈസ് ഓഫ് തേർഡ് ഐറ്റം എന്ന് പറയുന്നത് 27 ആൻഡ് 9th ഐറ്റം എന്ന് പറയുന്നത് 45. സോ ദാറ്റ് വിൽ ബി 45 മൈനസ് 27 ഡിവൈഡഡ് ബൈ 45 പ്ലസ് 27. ആൻസർ ഇസ് 0.25. ഓക്കെ, ഇവിടെ ഏതിനാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കൂടുതലുള്ളത്? ഇതിനാണ്. ഓക്കെ, സോ സീരീസ് 1 ആണ് മോർ വേരിയബിൾ. കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഗ്രേറ്റർ ഇൻ കേസ് ഓഫ് സീരീസ് 1, therefore സീരീസ് 1 ഇസ് മോർ വേരിയബിൾ. ഓക്കെ, ഇനി അടുത്ത ഡിസ്ക്രീറ്റ് കേസിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ഡിസ്ക്രീറ്റ് കേസിലും ഇതുപോലെ തന്നെ Q1ഉം Q3യും കണ്ടുപിടിക്കാം. ഓക്കെ, ഡിസ്ക്രീറ്റ് കേസിൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അപ്പോൾ സ്മോൾ എന്നിനെ റീപ്ലേസ് ചെയ്തിട്ട് ക്യാപിറ്റൽ N ആയിരിക്കും. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് സമ്മേഷൻ F, ഫ്രീക്വൻസീസിൻ്റെ സമ്മാണ് ക്യാപിറ്റൽ N. സോ Q1 വിൽ ബി സൈസ് ഓഫ് ക്യാപിറ്റൽ n+1/4 ഐറ്റം ആൻഡ് Q3 വിൽ ബി സൈസ് ഓഫ് n+1/4 ഇൻറ്റു തേർഡ് ഐറ്റം. സോ QD ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഫൈൻഡ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് സൈസ് ആൻഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്യാപിറ്റൽ N കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു 69. സൈസ് ഓഫ് n+1/4 എന്ന് പറയുമ്പോൾ 70/4. സൈസ് ഓഫ് 70/4 ഐറ്റം, ദാറ്റ് ഈസ് 17.5. 17.5 ഇവിടെ 13 ഒബ്സർവേഷൻസ് വരാനുണ്ട്. 17.5 ഐറ്റം ഇവിടെ കിടക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് സൈസ് എന്ന് പറയുന്നത് 10 ആണ്. സോ Q1 ഇസ് 10 ആൻഡ് Q3 എന്ന് പറയുന്നത് 17.5 ഇൻറ്റു 3 എന്ന് വരും. ദാറ്റ് ഈസ് 52.5. 52.5 കിടക്കുന്നത് ഈ ക്ലാസ്സിലാണ്. ഓക്കെ, സോറി, 52.5 ഒബ്സർവേഷൻ കിടക്കുന്നത് ഇവിടെയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് 19. ഓക്കെ, സോ Q3 is 19. Quartile deviation will be Q3 minus Q1 divided by 2. So 19 minus 10 divided by 2. 9/2. Answer is 4.5. ഇനി അടുത്തത് കണ്ടിന്യൂസ് കേസിൽ ക്ലാസ്സസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മീഡിയൻ്റെ ഫോർമുല പോലെ തന്നെയാണ് Q1ൻ്റെയും Q3യുടെയും ഫോർമുല. സോ ഫസ്റ്റ് നമ്മൾ സൈസ് ഓഫ് n/4 ഐറ്റം നോക്കും. ഓക്കെ, കണ്ടിന്യൂസ് സീരീസിൽ മീഡിയം കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ്? സൈസ് ഓഫ് ക്യാപിറ്റൽ n/2 ഐറ്റം ആയിരുന്നു. ഓക്കെ, മീഡിയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ Q2 എന്ന് പറയുന്നത് സൈസ് ഓഫ് ക്യാപിറ്റൽ n/2 ഐറ്റം ആയിരുന്നു. ഓക്കെ, ഇവിടെ Q1 എന്ന് പറയുന്നത് സൈസ് ഓഫ് n/4 ഐറ്റം ആൻഡ് Q3 വിൽ ബി സൈസ് ഓഫ് n/4 ഇൻറ്റു തേർഡ് ഐറ്റം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഏത് ക്ലാസ്സിലാണ് ഇത് കിടക്കുന്നത് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്താ Q1 Q3 കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇറ്റ് വിൽ ബി Q1 വിൽ ബി ഈക്വൽ ടു L1 പ്ലസ് n/4 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു C ആൻഡ് Q3 ഇസ് ഈക്വൽ ടു L1 പ്ലസ് 3n/4 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു C. സോ Q2 അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മീഡിയൻ ഇസ് ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു C ആയിരുന്നു. വേർ L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്, n/2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫ്രീക്വൻസീസ് ഡിവൈഡഡ് ബൈ 2, CF എന്ന് പറയുന്നത് എന്താ? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ്, F എന്ന് പറയുന്ന ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്, C എന്ന് പറയുന്ന ക്ലാസ് ഇൻറ്റർവൽ.
അതായിരുന്നു. ഓക്കെ, ആ സെയിം ഫോർമുല തന്നെയാണ് ഇവിടെ. Q1 എന്ന് പറയുന്നത് n/4 തൈറ്റം അല്ലേ. സോ n/2 പകരം n/4 വരുന്നത് L പ്ലസ് n/4 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു C. ആ ഫോർമുല തന്നെയാണ്. Q3 വിൽ ബി L പ്ലസ് 3n/4 എന്ന് വരും. 3n/4 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു C. നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ 3n/4 ഏത് വാല്യൂവിലാണ് കിടക്കുന്നതെന്നല്ലേ. ഓക്കെ, സോ L1 വിൽ ബി ലോവർ ലിമിറ്റ് ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. ഏത് ക്ലാസിൻ്റെ ആണോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാർട്ടൈലാണ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ലോവർ ലിമിറ്റ്. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ്, CF എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിംഗ് ക്ലാസ്, C വിൽ ബി ദ ക്ലാസ് ഇൻ്റർവൽ ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. Q1 ഉം Q3 കണ്ടുപിടിച്ചാൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. പ്രോബ്ലം ചെയ്യാം. ഒബ്റ്റെയിൻ ദ ക്വാർട്ടൈൽ മെഷർ ഓഫ് ഡിസ്പെർഷൻ ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യന്റ് ഫോർ ദ ഡേറ്റ. ഓക്കെ, ക്ലാസ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഫ്രീക്വൻസീസ് ആഡ് ചെയ്ത് പോവാം. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 623 ആണ്. സോ Q1 വിൽ ബി സൈസ് ഓഫ് 623/4 ഐറ്റം. 623 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 155.75 ആണ്. അത് കിടക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് n/4 കിടക്കുന്ന ഇവിടെയാണ്. അതായത് 30, 14 n/4 കിടക്കുന്നത്. സോ L1 എന്ന് പറയുന്നത് 30. L1 is 30. L1 is equal to 30. n/4 will be equal to 155.75. Okay, CF എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രീസീഡിംഗ് ക്ലാസ്. ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 98. F എന്ന് പറയുന്ന ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ്. ഏത് ക്വാർട്ടൈലാണ്? Q1 അല്ലേ. Q1ൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 75. And class interval C is equal to 40 minus 30, answer is 10. So Q1 എന്ന് പറയുന്നത് equal to 30 plus n/4 is 155.75 minus CF 98 divided by F 75 into 10. ഇതാണ് Q1. Q1ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 37.7 ആണ്. നെക്സ്റ്റ് Q3 എന്ന് പറഞ്ഞാൽ 3n/4 തൈറ്റം അല്ലേ. 3n/4 എന്ന് പറയുന്നത് 3 into 623 ഡിവൈഡഡ് ബൈ 4. സോ ദാറ്റ് വിൽ ബി 467.5. അത് കിടക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് 60-70 സോ ആ കേസിൽ Q3 കണ്ടുപിടിക്കാനുള്ള L1 എന്ന് പറയുന്നത് 60. ദെൻ 3n/4 is equal to 467.5. CF, cumulative frequency of the preceding class, which is 383. F, frequency of the class and frequency is 115. And C is equal to 10. So Q3 will be equal to 60 plus 467.5 minus 383 divided by frequency 115 into 10. Answer is equal to 67.3. So Q1 Q3 kitty quartile deviation will be equal to Q3 minus Q1 divided by 2. Answer is 14.815. And coefficient of quartile deviation is Q3 minus Q1 divided by Q3 plus Q1. Answer is 0.28. Next, quartile deviation കണ്ടുപിടിക്കാനാണ്. ഇവിടെ more than cumulative frequency ആണ് തന്നിരിക്കുന്നത്. So നമുക്ക് ക്ലാസ്സസ് ഉണ്ടാക്കണം. ക്ലാസ്സസ് will be above 10 അല്ലേ. So 10, 20, 20, 30, 30, 40 എന്നായിരിക്കും ക്ലാസ്സസ് വരുന്നത്. ആൻഡ് ഓരോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് മൈനസ് ചെയ്യുക. 600 മൈനസ് 580 20 ആണ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി. അടുത്തത് 580 മൈനസ് 490 90. ദെൻ 490 മൈനസ് 340 150 അങ്ങനെ. ഇത് 600 മൈനസ് 580. അടുത്തത് 580 മൈനസ് 490 അങ്ങനെ കറസ്പോണ്ടിങ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് മൈനസ് ചെയ്ത് വരുമ്പോൾ ഓരോ ക്ലാസ്സിൻ്റെയും ഫ്രീക്വൻസീസ് കിട്ടും. ഇനി നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്ത 20, അത് കഴിഞ്ഞ് 20 + 90 അങ്ങനെ ആഡ് ചെയ്തു. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 600 ആണ്. സോ n/4 എന്ന് പറഞ്ഞാൽ 600/4. ആൻസർ ഇസ് 150. സോ Q1 വിൽ ബി ഈക്വൽ ടു സൈസ് ഓഫ് 150th ഐറ്റം. 150th ഐറ്റം കിടക്കുന്നത് ഇവിടെയാണ്. n/4 കിടക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസ് എന്ന് പറയുന്നത് 30, 40. Q1ൻ്റെ ക്ലാസ് 30, 40. ആൻഡ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. Q1 is equal to L1 plus n/4 minus CF divided by F into C. L1 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് 30 പ്ലസ് n/4 എന്ന് പറയുന്നത് 150 മൈനസ് CF എന്ന് പറഞ്ഞാൽ
frequency of the preceding class 110 divided by frequency of the quartile class. ഏതാ n/4 ന്റെ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 150 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു ക്ലാസ് ഇൻ്റർവൽ 10. ഓക്കെ, അപ്പർ ക്വാർട്ടൈൽ എന്ന് പറയുന്നത് Q3 ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് n/4 ഇൻറ്റു 3. ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് n/4 ആണ്. സോ 150 ഇൻറ്റു 3 ചെയ്താൽ മതി 450. ആൻഡ് 450 കിടക്കുന്നത് ഇവിടെയാണ്. Q3 കിടക്കുന്നത് 60, 70 എന്നുള്ള ക്ലാസ്സിലാണ്. അതിൻ്റെ ലോവർ ലിമിറ്റ് 60. സോ Q3 ഇസ് ഈക്വൽ ടു L1 പ്ലസ് 3n/4 minus CF divided by F into C. L1 is 60 plus 3n/4 450 minus cumulative frequency of the preceding class. തൊട്ടുമുമ്പത്തെ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 430 minus 430 divided by frequency of the quartile class 50 into 10. Answer 64 വരും. Quartile deviation എന്ന് പറഞ്ഞാൽ Q3 minus Q1 divided by 2 ആണ്. Answer will be 15.67. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അത് തന്നെയാണ് അതിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഇഗ്നോർസ് എക്സ്ട്രീം ഐറ്റംസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് മോർ ഓൾജിബ്രൈറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇതിനെ വീണ്ടും നമുക്ക് കാൽക്കുലേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അടുത്താണ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സീരീസിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആവറേജ്, ഇപ്പം മീനോ മീഡിയനോ മോഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവറേജ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ആവറേജിൽ നിന്ന് സീരീസിലെ വാല്യൂസ് ഡീവിയേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് ബാർ മീൻ എന്ന് പറയുന്നത് ഒരു 30 ആണ് വിചാരിക്കാം. നമുക്ക് കുറച്ച് വാല്യൂസ് ഉണ്ട് 35, 40, 45, 20, 10 അങ്ങനെ. ഓക്കെ, ഈ ഓരോ വാല്യൂസ് 35 ഈ മീനിൽ നിന്ന് എന്തുമാത്രം വേരി ചെയ്യുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് 35 മൈനസ് 30 ആണ്. അടുത്തത് 40 മീനിൽ നിന്ന് എന്തുമാത്രം വേരി ചെയ്യുന്നു, 40 മൈനസ് 30. അങ്ങനെ ഇതിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ സീരീസിലെ ഓരോ വാല്യൂസും നമ്മൾ എടുക്കുന്ന ആവറേജിൽ നിന്ന് എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു കണ്ടുപിടിക്കും. അതിൻ്റെ അർത്ഥമെറ്റിക് മീനാണ് മീൻ ഡീവിയേഷൻ. സോ മീൻ ഡീവിയേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ അർത്ഥമെറ്റിക് മീൻ ഓഫ്, അർത്ഥമെറ്റിക് മീനാണ് ഓഫ് എന്താണ്, ഡീവിയേഷൻസ് ഓഫ് ഓൾ ദ വാല്യൂസ് ഇൻ എ സീരീസ്. ഒരു സീരീസിലെ എല്ലാ വാല്യൂസും അവരുടെ ആവറേജിൽ നിന്ന്, ഫ്രം ദെയർ ആവറേജ് കൗണ്ടിങ് ഓൾ സച്ച് ഡീവിയേഷൻസ് ആസ് പോസിറ്റീവ്. ഓക്കെ, അവരുടെ ആവറേജിൽ നിന്ന് സീരീസിലെ എല്ലാ വാല്യൂസും ഡീവിയേറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥമെറ്റിക് മീനാണ് മീൻ ഡീവിയേഷൻ. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇവിടെ നമ്മൾ 35 മൈനസ് 30 എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 35 മൈനസ് 30, 40 മൈനസ് 30, 45 മൈനസ് 30. ഓക്കെ, ഇതെല്ലാം പോസിറ്റീവ് വാല്യൂസാണ് വന്നത്. ആൻഡ് അടുത്ത കേസിൽ വരുമ്പോൾ 20 മൈനസ് 30 എന്ന് പറഞ്ഞാൽ ആൻസർ -10 ആണ്. പക്ഷേ മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ മോഡുലസ് വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. അതായത് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ, 10 മാത്രമേ എടുക്കുകയുള്ളൂ. അതിൻ്റെ സൈൻ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് 10 മൈനസ് 30 എടുക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് 10 മൈനസ് 30 എന്ന് വരും. എന്നിട്ട് മോഡുലസ് ഓഫ് 10 മൈനസ് 30 ഈസ് -20. ആൻസർ എടുക്കുമ്പോൾ നമ്മൾ 20 മാത്രമേ എടുക്കുകയുള്ളൂ. അതായത് നമ്മൾ അതിൻ്റെ വാല്യൂ മാത്രമേ എടുക്കുകയുള്ളൂ, സൈൻ എടുക്കില്ല. ആൻഡ് ആവറേജ് ക്യാൻ ബി മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ മോഡുലസ് ഓഫ് ഡി ഡിവൈഡഡ് ബൈ എൻ. ഈ ഡി എന്ന് പറയുന്നതാണ് ഡീവിയേഷൻ. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഡീവിയേഷൻ ഉണ്ടല്ലോ, ഡീവിയേഷൻ്റെ മോഡുലസ് വാല്യൂസ് എടുക്കും, എന്നിട്ട് അതെല്ലാം കൂടെ സം ചെയ്യും. ഓക്കെ, അർത്ഥമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നതല്ല, സമ്മേഷൻ സം ഓഫ് ഓൾ ദ വാല്യൂസ് ഡിവൈഡഡ് ബൈ എൻ ആണ്. ഇവിടെ വാല്യൂസിന് പകരം ഡീവിയേഷൻസിന് സം എടുത്തിട്ട് അതിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം ചെയ്യുമ്പോഴാണ് മീൻ ഡീവിയേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇതൊരു അബ്സല്യൂട്ട് മെഷറാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻറ്റ് തന്നെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതെന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ഫ്രം വിച്ച് മീൻ ഡീവിയേഷൻ ഈസ് കമ്പ്യൂട്ടഡ്. മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കും, ആ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ഏത് ആവറേജിൽ നിന്നാണോ നമ്മൾ മീൻ ഡീവിയേഷൻ കണ്ടുപിടിച്ചത്. ഈ കേസിൽ പറയുകയാണെങ്കിൽ ഇത് മീനാണ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കുന്ന മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ചെയ്യുമ്പോഴാണ് ഈ കേസിൽ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ. ആൻഡ് അത് നമ്മളിപ്പോൾ മോഡാണ് എടുക്കുന്നെങ്കിൽ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മോഡ്, മീഡിയൻ എടുക്കുന്നത് മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ ചെയ്യുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കിട്ടും. ഇനി ഓരോ സീരീസിലും, ഇൻഡിവിജ്വൽ സീരീസിൽ, ഡിസ്ക്രീറ്റ് സീരീസിൽ, കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ സീരീസിൽ സിമ്പിളാണ്. ഓരോ വാല്യൂസ്, സെറ്റ് ഓഫ് വാല്യൂസ് തന്നിരിക്കും, അതിൻ്റെ മീൻ അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ്. ഓക്കെ, ആവറേജ് ക്യാൻ ബി മീൻ, മീഡിയൻ ഓർ മോഡ്. ഓക്കെ, അപ്പോൾ ഈ 3 മെഷേഴ്സ് ആയിരിക്കും ആവറേജ് ആയിട്ട് വരുന്നത്, ഏതെങ്കിലും ഒരെണ്ണം. ഓക്കെ, അതിന് ആവറേജ് കണ്ടുപിടിക്കാം. ഇനി
ഓരോ വാല്യൂസും ഈ ആവറേജിൽ നിന്ന് എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു, അതിനാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഡീവിയേഷൻ കണ്ടുപിടിക്കാം വിത്തൗട്ട് സൈൻ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോഡുലസ് ഓഫ് ഡി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഡീവിയേഷൻസ് കണ്ടുപിടിക്കാം, ഓരോ വാല്യൂസും ഈ ആവറേജിൽ നിന്ന് എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതിൻ്റെ വിത്തൗട്ട് സൈൻ ആണ്. പോസിറ്റീവ് വാല്യൂസ് എല്ലാം പോസിറ്റീവ്, നെഗറ്റീവ് വാല്യൂസ് എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ദെൻ ഇതിൻ്റെ സമ്മേഷൻ മോഡുലസ് ഓഫ് ഡി കണ്ടുപിടിക്കാം. അതായത് ഈ ഡീവിയേഷൻസ് എല്ലാം ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ n ചെയ്യുമ്പോഴാണ് മീൻ ഡീവിയേഷൻ കിട്ടുന്നത്. സോ മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ മോഡുലസ് ഓഫ് ഡി ഡിവൈഡഡ് ബൈ n. എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ് ഫോർ ദ ഫോളോയിങ് വാല്യൂസ്. ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, എക്സ് വാല്യൂസ് ഉണ്ട്. അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. സമ്മേഷൻ എക്സ് എന്ന് പറയുന്നതാണ് 533. സോ മീൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മീൻ ഡീവിയേഷൻ ഫ്രം മീനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ മീൻ കണ്ടുപിടിക്കാം. മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഡിവൈഡഡ് ബൈ n എന്നായിരുന്നു. അതായത് 533 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 10 ആണ്. മൊത്തം 10 വാല്യൂസ് ആണ്. ഡിവൈഡഡ് ബൈ 10, ആൻസർ ഇസ് 53.3 എന്ന് വരും എക്സ് ബാർ. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് മോഡുലസ് ഓഫ് ഡി. അതായത് ഓരോ വാല്യൂവും ഈ 53.3ന് എന്തുമാത്രം ഡിഫർ ചെയ്യുന്നു. അതായത് 25 മൈനസ് 53.3. ഇവിടെ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. -28.3 ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മളിവിടെ മോഡുലസ് ഓഫ് ഡി ആണ് കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി 28.3. അങ്ങനെ ഓരോ വാല്യൂസും 63 മൈനസ് 53.3, അതിന് ആൻസർ പോസിറ്റീവ് തന്നെയാണ്. 85 മൈനസ് 53.3, അടുത്ത 75 മൈനസ് 53.3. അങ്ങനെ ഡീവിയേഷൻസ് എഴുതാം. ഇനി മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈക്വൽ ടു സമ്മേഷൻ മോഡുലസ് ഓഫ് ഡി ഡിവൈഡഡ് ബൈ n. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് ഡിയുടെ സമ്മേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 236.4 ആണ്. സോ 236.4 ഡിവൈഡഡ് ബൈ 10, ആൻസർ ഇസ് 23.64. ഇതാണ് മീൻ ഡീവിയേഷൻ. ആൻഡ് കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല? മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ഏത് ആവറേജ് ആണ് നമ്മൾ എടുത്തത്. ഇവിടെ എടുത്ത ആവറേജ് എക്സ് ബാർ ആണ്. സോ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ, ദാറ്റ് ഇസ് 23.64 ഡിവൈഡഡ് ബൈ 53.3, ആൻസർ ഇസ് 0.4. ഓക്കെ, നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആണ്. മീഡിയനിൽ നിന്നുള്ള മീൻ ഡീവിയേഷനാണ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ് ഫോർ ദ ഫോളോയിങ് വാല്യൂസ്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. മീഡിയൻ അല്ലേ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എൻ അല്ല സ്മോൾ എൻ വരുന്നത്. 11, n is equal to 11 and n plus 1/4. n plus 1/4 എന്ന് പറയുന്നത് 12/4 3 ആണ്. സോ മീഡിയൻ is n plus 1/2. So that will be 12/2. That is size of 6th item. So first നമ്മൾ കിട്ടിയിരിക്കുന്ന വാല്യൂസിന് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് ഓർഡറിൽ 6th item എന്ന് പറയുന്നത് 44 ആണ്. സോ മീഡിയൻ ഈസ് ഈക്വൽ ടു 44. ഇനി മീഡിയനിൽ നിന്നുള്ള ഓരോ വാല്യൂസിൻ്റെയും ഡീവിയേഷൻ. മോഡുലസ് ഓഫ് ഡി ഈസ് ദ ഡീവിയേഷൻ ഫ്രം 44 വിത്തൗട്ട് സൈൻ കൂട്ടുന്നില്ല. അപ്പോൾ 5 മൈനസ് 44 മൈനസ് 39 വരും. മൈനസ് കൂട്ടുന്നില്ല, അതുകൊണ്ട് 39. 25 മൈനസ് 44 19. 28 മൈനസ് 44 16. അങ്ങനെ മോഡുലസ് ഓഫ് ഡി കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് മീഡിയൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ്റെ ഫോർമുല എന്താണ്? മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ഈസ് ഈക്വൽ ടു സമ്മേഷൻ മോഡുലസ് ഓഫ് ഡി ഡിവൈഡഡ് ബൈ n. സമ്മേഷൻ മോഡുലസ് of d is 321 divided by 11, answer is 29.18. and coefficient of mean deviation from median in all mean deviation are conversion. So coefficient of mean deviation from median is equal to 29.18 divided by median എത്രയാ 44. So answer is 0.66. okay, കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുമ്പോൾ മീൻ ഡീവിയേഷൻ ഡിവൈഡ് ബൈ ഏത് ആവറേജ് ആണ് യൂസ് ചെയ്തത് ആ ആവറേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, വിത്ത് മീഡിയൻ ആസ് ദ ബേസ് കാൽക്കുലേറ്റ് ദ മീൻ ഡീവിയേഷൻ ആൻഡ് കമ്പയർ ദ വേരിയബിലിറ്റി ഓഫ് ദ ടു സീരീസ് എ ആൻഡ് ബി. രണ്ട് സീരീസ് തന്നിട്ടുണ്ട് എയും ബിയും. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആവറേജ് മീഡിയൻ ആണ്. ഓക്കെ, ഈ മീഡിയനിൽ നിന്നുള്ള ഓരോ വാല്യൂസിൻ്റെയും ഡീവിയേഷൻ കണ്ടുപിടിച്ച്, അതാണ് മീൻ ഡീവിയേഷൻ. ആ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ കണ്ടുപിടിച്ച്
ഇതിൻ്റെ വേരിയബിലിറ്റി ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ വേരിയബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ കണ്ടുപിടിക്കണം രണ്ട് സീരീസിൻ്റെ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സീരീസ് എ നോക്കാം. സീരീസ് എയിൽ ആദ്യമേ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി, അസെൻഡിങ് ഓർഡറിൽ വാല്യൂസ് എഴുതി. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്ന മീഡിയൻ. അപ്പോൾ സ്മോൾ എൻ എന്ന് പറയുന്നത് എത്ര വാല്യൂസ് ഉണ്ട് ഇവിടെ? 8 വാല്യൂസ് ആണ് ഇവിടെ. ഓക്കെ, n is 8. സോ n plus 1/2 എന്ന് പറയുന്നത് 9/2, 4.5. ദാറ്റ് ഇസ് സൈസ് ഓഫ് 4.5th ഐറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു എടുത്തത്? സൈസ് ഓഫ് 4.5th ഐറ്റം എന്ന് പറയുന്നത് 4th ഐറ്റത്തിൻ്റെയും 5th ഐറ്റത്തിൻ്റെയും വാല്യൂസ് സൈസിൻ്റെ മീനാണ്. സോ ദാറ്റ് ഇസ് 4124 പ്ലസ് 4308 ഡിവൈഡഡ് ബൈ 2. ആൻസർ വിൽ ബി 4216 എന്ന് വരും. ഇതാണ് മീഡിയൻ ഓഫ് എ. ഫസ്റ്റ് സീരീസിൻ്റെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 4216 നിന്ന് ഓരോ വാല്യൂസും ഡിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4216 മൈനസ് 3484, 4216 മൈനസ് 3680, അങ്ങനെ മോഡുലസ് ഓഫ് ഡി കിട്ടി. ദെൻ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ, ഇവിടെ മീഡിയൻ MA ആണ്. സോ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ മോഡുലസ് ഓഫ് ഡി ഡിവൈഡഡ് ബൈ n, ദാറ്റ് ഇസ് ഈക്വൽ ടു 3922. ഇതാണ് സമ്മേഷൻ മോഡുലസ് ഓഫ് ഡി, 3922 ഡിവൈഡഡ് ബൈ 11. ആൻസർ ഇസ് 11 അല്ല, n is 8. ആൻസർ ഇസ് 490.25. ഓക്കെ, ആൻഡ് ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ is equal to 490.25. മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ 4216. ആൻസർ എന്ന് പറയുന്നത് 0.166. ഓക്കെ, ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം MA. ദെൻ അടുത്ത സീരീസ് ബി. സീരീസ് ബിയുടെ n എന്ന് പറയുന്നത് സെയിം ആണ്, 8 അല്ലേ? 5, 8. സോ n is equal to 8. സോ n plus 1/2 എന്ന് പറയുന്നത് 4.5th ഐറ്റത്തിൻ്റെ സൈസ്. അതായത് 4th ഐറ്റത്തിൻ്റെയും 5th ഐറ്റത്തിൻ്റെയും 382 പ്ലസ് 408 അതിൻ്റെ മീനാണ് മീഡിയൻ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു മീഡിയൻ എന്ന് പറയുന്നത് 395 ആണ്. മീഡിയൻ ഈസ് 395. ദെൻ ഇനി 395 നിന്ന് ഓരോ വാല്യൂസും ഡിഫർ ചെയ്യുന്ന 395 മൈനസ് 186, 395 മൈനസ് 218, അങ്ങനെ ഡീവിയേഷൻസ് കണ്ടുപിടിക്കാം. ആൻഡ് മീൻ ഡീവിയേഷൻ ഫ്രം സീരീസ് ബിയുടെ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ മോഡുലസ് ഓഫ് ഡി ഡിവൈഡഡ് ബൈ n, ആൻഡ് സമ്മേഷൻ മോഡുലസ് ഓഫ് ഡി ഈസ് 971 ഡിവൈഡഡ് ബൈ 8. ആൻസർ എന്ന് പറയുന്നത് 121.38. മീൻ ഡീവിയേഷൻ ഫ്രം MB. ആൻഡ് നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ കോഎഫിഷ്യൻറ്റ് കമ്പയർ ചെയ്യണമെങ്കിൽ കോഎഫിഷ്യൻ്റ് ആണ്. സോ ദാറ്റ് വിൽ ബി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം MB which is equal to 121.38 divided by median 395. Answer is 0.307. Okay, coefficients compare ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ സീരീസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0.666 രണ്ടാമത്തേൻ്റെ 0.307. സോ 307 ഇതാണ് വലുത്. ഗ്രേറ്റർ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഉള്ളത് സീരീസ് ബിക്കാണ്. സോ സീരീസ് ബി ആണ് മോർ വേരിയബിൾ. Series B is more variable than A. Okay. Next, compute the mean deviation about mode for the values. ഈ വാല്യൂസിൻ്റെ മീൻ ഡിവിഷൻ കണ്ടുപിടിക്കണം, ഫ്രം മോഡാണ് കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫ്രീക്വൻറ്റ് ഒബ്സർവേഷൻ ആണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് ഏതാ? അപ്പോൾ 45 ആണെങ്കിൽ 2 പ്രാവശ്യമേ ഉള്ളൂ, 36 ആണെങ്കിൽ 1, 2, 3 3 പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നുണ്ട്. സോ മോഡെന്ന് പറയുന്നത് 36 ആണ്. ഇനി ഓരോ വാല്യൂസും 36 ന് എന്തുമാത്രം ഡിഫർ ചെയ്യുന്നു കണ്ടുപിടിക്കുക. അതായത് 5 മൈനസ് 36 -31 ആണ്. പക്ഷെ നമ്മൾ മോഡുലസ് കണ്ടുപിടിക്കുന്നതുകൊണ്ട് 31. ദെൻ 86 മൈനസ് 36, 92 മൈനസ് 36, അങ്ങനെ ഓരോ വാല്യൂസ്. അതായത് മോഡുലസ് ഓഫ് ഡി കണ്ടുപിടിക്കാം. ദെൻ സമ്മേഷൻ മോഡുലസ് ഓഫ് ഡി എന്ന് പറയുന്നത് 215 ആണ്. ദെയർഫോർ മീൻ ഡീവിയേഷൻ ഫ്രം
mod is equal to 215 divided by n. n is 11. Okay. കണ്ടുപിടിക്കുമ്പോൾ മീൻ ഡിവിഷൻ ഫ്രം മോഡ് കിട്ടും 19.55. ഇതിനകത്ത് ഡിസ്ക്രീറ്റ് കേസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതേ പ്രൊസീജിയറാണ് ചെയ്യുന്നത്, പക്ഷേ എഫ് ഉണ്ട്, ഫ്രീക്വൻസീസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സമ്മേഷൻ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ മോഡുലസ് ഓഫ് ഡി കണ്ടുപിടിക്കാനായിരുന്നു ഡിസ്ക്രീറ്റ് കേസിൽ, ഇൻഡിവിജ്വൽ കേസിൽ. ഇൻഡിവിജ്വൽ കേസിൽ ഡിവിഷൻസ് കണ്ടുപിടിക്കുക, സമ്മേഷൻ മോഡുലസ് ഓഫ് ഡി ചെയ്യുമ്പോഴായിരുന്നു മീൻ ഡിവിഷൻ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ മോഡുലസ് ഓഫ് ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ചെയ്യണം. ഓരോ വാല്യൂസിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഉണ്ടല്ലോ, അതിൻ്റെ സം ഡിവൈഡഡ് ബൈ n ആണ് മീൻ ഡിവിഷൻ ഇൻ ഡിസ്ക്രീറ്റ് കേസ്. ഓക്കെ, സോ ഡിസ്ക്രീറ്റ് കേസിൽ മീൻ ഡിവിഷൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ക്യാപിറ്റൽ N ആണ്, ഫ്രീക്വൻസീസ് ഉള്ളതുകൊണ്ട് ക്യാപിറ്റൽ N. So compute the mean deviation about mean and its coefficient for the following data. ഓക്കെ, സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 171 ആണ് ഫ്രീക്വൻസി. അങ്ങനെ എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. മീൻ കണ്ടുപിടിക്കണമെങ്കിൽ മീൻ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ആണ്. സോ അതിന് നമുക്ക് എഫ് എക്സ് കണ്ടുപിടിക്കണം. എഫ് എക്സ് കണ്ടുപിടിച്ചു, അതിൻ്റെ സമ്മേഷൻ ഇസ് 356 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ഇസ് 350 ചെയ്യുമ്പോഴാണ് എക്സ് ബാർ കിട്ടുന്നത്. എക്സ് ബാർ ഇസ് 1. എക്സ് ബാർ ഇസ് 1. ഇനി എക്സ് ബാർ ഇസ് 1.02. എക്സ് ബാർ ഇസ് 1.02. ഓക്കെ, അടുത്തത് ഇനി ഈ ഓരോ വാല്യൂസും ഓക്കെ 1.02 എത്ര ഡിഫർ ചെയ്തെന്ന് കണ്ടുപിടിക്കാം. എക്സ് വാല്യൂസ് ഓക്കെ 0 മൈനസ് 1.02 മോഡുലസ് ഡി ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1.02. സോ ദാറ്റ് വിൽ ബി 1.02, 0.02. അങ്ങനെ ഡി ബാർ മോഡുലസ് ഓഫ് ഡി നമുക്ക് കിട്ടും. ഇനി നമ്മൾ എഫ് മോഡുലസ് ഓഫ് ഡി കണ്ടുപിടിക്കാം. എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് ഡി, അതിൻ്റെ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ 351.12 ആണ്. ഓക്കെ, സമ്മേഷൻ എഫ് ഡി ബാർ ഇസ് F modulus of D is equal to 351.12. Okay, and mean deviation from mean is equal to 351.12 divided by 350. Answer is 1 ആണ് approximate value. Okay, അപ്പോൾ മീനും കിട്ടി, മീൻ ഡിവിഷനും കിട്ടി. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡിവിഷൻ ആണ് എന്തായിരുന്നു? മീൻ ഡിവിഷൻ ഡിവൈഡഡ് ബൈ മീൻ. സോ ദാറ്റ് വിൽ ബി 1 divided by 1.02. Answer is 0.98. Next question, compute the mean deviation about median and the coefficient of mean deviation for the frequency. അപ്പം ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ മീഡിയൻ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് എഴുതണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്ത് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 97 ആണ്. ആൻഡ് n + 1/2 is 98/2. Answer is 49th ഐറ്റം കിടക്കുന്നത് ഇവിടെയാണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് സൈസാണ് മീഡിയൻ. മീഡിയൻ ഇസ് 20. ദെൻ മീൻ ഡിവിഷൻ ഫ്രം മീഡിയൻ എന്ന് പറഞ്ഞാൽ ഓരോ എക്സ് വാല്യൂസും 20 എത്ര ഡിഫർ ചെയ്യുന്നു. സോ 20 - 15, 20 - 5 15, 20 - 8 12, 20 - 13 7, 20 - 20 0. അങ്ങനെ ഡീവിയേഷൻസ് കണ്ടുപിടിക്കുക. അതിൻ്റെ അത് എന്നിട്ട് ഫ്രീക്വൻസീസും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് ഡി. സോ ദാറ്റ് വിൽ ബി 2 × 15 30, 10 × 12 120. അങ്ങനെ എഫ് മോഡുലസ് ഓഫ് ഡി കണ്ടുപിടിച്ച് സമ്മേഷൻ എഫ് മോഡുലസ് ഓഫ് ഡി ഇസ് 550 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. N is 97. 550 ഡിവൈഡഡ് ബൈ 97 ചെയ്യുമ്പോൾ മീൻ ഡിവിഷൻ ഫ്രം മീഡിയൻ കിട്ടും. ആൻഡ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് മീൻ ഡിവിഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ ആണ്. ദാറ്റ് ഇസ് 5.67 ഡിവൈഡഡ് ബൈ 20, 0.289. കണ്ടിന്യൂസ് സീരീസിലും ഇത് തന്നെയാണ്, പ്രൊസീജിയർ സെയിം ആണ്. പക്ഷേ മിഡ് വാല്യൂ ആയിട്ട് മിഡ് വാല്യൂ ആണ് എക്സ് വരുന്നത്. ഓക്കെ, മാർക്സ് ഉണ്ട്, എഫ് ഉണ്ട്. മിഡ് വാല്യൂസ് കണ്ടുപിടിക്കുക, എഫ് എക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് മീൻ കണ്ടുപിടിക്കുക. മീൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ആണ്. ദെൻ മോഡുലസ് ഓഫ് ഡി, ആ 35 എന്നുള്ള വാല്യൂ ഈ ഓരോ വാല്യൂസ് എക്സ് വാല്യൂസിൽ നിന്ന് എത്ര ഡിഫർ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചാൽ അതിൻ്റെ മോഡുലസ് വാല്യൂ കണ്ടുപിടിക്കുക. എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് ഡി, സമ്മേഷൻ എഫ് മോഡുലസ് ഓഫ് ഡി 680. So mean deviation about mean is equal to 680 divided by capital N 60. Answer is 11.33.
ഓക്കെ, ഇവിടെ മീൻ ഡിവിഷൻ എബൌട്ട് മീഡിയനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ക്ലാസ് ആയതുകൊണ്ട് ഫോർമുല യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കും. n/2 ഐറ്റം 40th ഐറ്റം കിടക്കുന്നത് 2030 സോ മീഡിയൻ ക്ലാസ് കിട്ടി. അത് വെച്ചിട്ട് മീഡിയൻ കണ്ടുപിടിക്കുക. L1 + n/2 - CS/F × C വെച്ച് മീഡിയൻ കണ്ടുപിടിക്കാം. മീഡിയൻ എന്ന് പറഞ്ഞാൽ 24 ആണ്. ഇനി ഓരോ മിഡ് വാല്യൂസും 24ൽ നിന്ന് ഡിഫർ ചെയ്യും. ഡീവിയേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഡീവിയേഷൻസ് കണ്ടുപിടിച്ചിട്ട് F × മോഡുലസ് ഓഫ് D, അതിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് 1182. So mean deviation about median is equal to summation F modulus of D divided by capital N. Answer is 14.775 and coefficient എന്താണ് ഈ mean deviation divided by median 14.775 divided by 24. Okay. ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. മീൻ ഡിവിയേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ് ആൻഡ് ഈസ് എ ഈസി മെഷർ ഓഫ് ഡിസ്പെർഷൻ. ഏറ്റവും എളുപ്പമുള്ളൊരു മെഷറാണ് ഇത്. ഇറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റുഡ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദ ഐറ്റംസ് ഓഫ് ദ സീരീസ്. സീരീസിലെ എല്ലാ ഐറ്റത്തിനെയും മീൻ ഡിവിയേഷൻ ബേസ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ മീൻ ഡിവിയേഷൻ കണ്ടുപിടിക്കുന്നില്ല, ഓരോ വാല്യൂസിൽ നിന്നും ഉള്ള ഡീവിയേഷൻസ് ആണ് കണ്ടുപിടിക്കുന്നത് ആവറേജിൻ്റെ. സോ ഇറ്റ് ഈസ് മോർ റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ലെസ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ് അതിനെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. ദെൻ mean deviation suffers from inaccuracy because plus or minus signs are ignored. ഇവിടെ നമ്മൾ പോസിറ്റീവും നെഗറ്റീവ് സൈൻസും ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ട് അവിടെ കുറച്ച് ആക്യുറേറ്റ് അല്ല മീൻ ഡിവിയേഷൻ ആൻഡ് ഇറ്റ് ഇസ് നോട്ട് കേപ്പബിൾ ഓഫ് ഫർദർ ഓൾജിബ്രായിക് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ റിലേറ്റഡ് മെഷർ വെൻ കാൽക്കുലേറ്റഡ് ഫ്രം മോഡ്. ചില കേസസിൽ മോഡ് ഇൻഡിഫൈൻഡ് അല്ലെ അൺസർട്ടൺ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല മെയിൻ ഡിവിയേഷൻ അബൌട്ട് മോഡിന്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കേസസിൽ സീരീസിൻ്റെ വേരിയബിലിറ്റി മെഷർ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മീൻ ഡീവിയേഷനാണ്. വേരിയബിലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം ഇസ് ജനറലി മെഷർഡ് ഇൻ ടേംസ് ഓഫ് മീൻ ഡിവിയേഷൻ. അതുപോലെ തന്നെ വെൽത്ത് ആൻഡ് ഇൻകമിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയേഷൻ. ഓക്കെ, ഈ കേസസിലെല്ലാം മീൻ ഡിവിയേഷനാണ് യൂസ് ചെയ്യുന്നത്.